Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ സർക്കിൾ സ്റ്റാർട്ടർ ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ സർക്കിൾ സ്റ്റാർട്ടറിൽ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസും ഇൻട്രൊഡക്ഷൻ പാർട്ടുമാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സർക്കിൾ സ്റ്റാർട്ടറിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം, അതേമാതിരി തന്നെ tangent to the point of contact at the radius is perpendicular. അങ്ങനത്തെ 2 തിയറംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് അങ്ങനെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലംസിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് ടെക്സ്റ്റിൽ തന്നെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സർക്കിൾസ് ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സർക്കിൾസ് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ you should first complete the NCERT text. ആദ്യം NCERT text കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മാത്രം EQs വർക്കൗട്ട് ചെയ്യുക കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ സാമ്പിൾ പേപ്പറിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിലോ അല്ലെങ്കിൽ പീരിയോഡിക് എക്സാമിനോ മോഡൽ എക്സാംസിനോ ഒക്കെ കണ്ടുപരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളുടെ NCERTയിൽ എക്സാമ്പിൾ ആയിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് two tangents TP and TQ are drawn to a circle with center O from an external point T. അതായത് TP യും TQ യും എന്നാണ് 2 external tangents ആണ് which is drawn from an external point T. Prove that angle PTQ, ഈ ഒരു ആംഗിൾ PTQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ആംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, OPQ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ചിലപ്പോൾ തരാണ്ടേയും ചോദിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡ്രോ ദ ഫിഗർ. ജോമെട്രി ചാപ്റ്റേഴ്സ് ഏതെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഫിഗർ വരച്ച് നെയിമിങ് പ്രോപ്പർ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസറിലേക്ക് അല്ലെങ്കിൽ പ്രൂഫിലേക്ക് കടക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ആദ്യം ഗിവൺ കണ്ടീഷൻ എഴുതി. ടി പി ആൻഡ് ടി ക്യു ആർ 2 ടാൻജൻസ്, 2 ടാൻജൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ പി ടി ക്യു ഈക്വൽ ടു 2 ആംഗിൾ ഒ പി ക്യു. ഓക്കെ, സോ ലെറ്റ് ദിസ് ഇസ് പ്രൂഫിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. ലെറ്റ് ആംഗിൾ പി ടി ക്യു ഇസ് ഈക്വൽ ടു തീറ്റ. അതായത് പി ടി ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിളിനെ നമ്മൾ ജസ്റ്റ് തീറ്റ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഓക്കെ, അപ്പോൾ ആംഗിൾ പി ടി ക്യൂവിന് എന്തായിട്ട് കൊടുത്തു, തീറ്റ ആയിട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് തീറ്റ എടുക്കാൻ കൺവീനിയൻ്റ് അല്ല വേറെ ഏതെങ്കിലും എക്സോ വൈയോ അല്ലെങ്കിൽ പി ടി ക്യൂ തന്നെയാണ് റീറ്റെയിൻ ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓൾസോ. ഓക്കെ, ഇപ്പോൾ പി ടി ക്യൂവിനെ റീപ്ലേസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ടി ക്യൂ എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി നോ ദാറ്റ് ടി പി ഇസ് ഈക്വൽ ടു ടി ക്യു. ടി പി ഇസ് ഈക്വൽ ടു ടി ക്യു ആവാനുള്ള റീസൺ എന്താണ്, എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം ആണ് അല്ലേ. 2 ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ അല്ലെങ്കിൽ ടാൻജന്റ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ ടാൻജൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ടാൻജൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത് which is drawn from an external point. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിയറം എഴുതണം. ഞാനിതിപ്പോൾ ജസ്റ്റ് ടാൻജൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ തിയറം ആസ് ഹോൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം കേട്ടോ. ടാൻജൻസ് ഡ്രോൺ ഫ്രം an external point to a circle are equal in length. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു കീ പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. Therefore we can say that TP is equal to TQ ആണെങ്കിൽ TPQ എന്തായിരിക്കും, ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. Therefore TPQ is ഐസോസ്ലെസ് ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ്, ടി പിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്, ടി ക്യു പി ആണ്. അതേമാതിരി തന്നെ ടി ക്യൂന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ ടി പി ക്യു ആണ് അല്ലേ. ദാറ്റ് ഈസ് ടി ക്യു പി ആൻഡ് ടി പി ക്യു ആർ ഈക്വൽ ബിക്കോസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ കണ്ടീഷൻസിനും എഴുതുന്ന എല്ലാ കണ്ടീഷനും സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കോട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. സോ ആംഗിൾ ടി ക്യു പിയും ആംഗിൾ ടി പി ക്യൂയും എന്താണ് കിട്ടി, യു ഗോട്ട് ഇറ്റ് ആസ് ഈക്വൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ആംഗിൾ പി ടി ക്യൂവിനെ നമ്മൾ തീറ്റ വെച്ച് റീപ്ലേസ് ചെയ്തു. ടി പി ടി ക്യു ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ
പി ടി ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളിലെ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദാറ്റ് ആംഗിൾ പി ടി ക്യു പ്ലസ് ആംഗിൾ ടി പി ക്യു പ്ലസ് ആംഗിൾ ടി ക്യു പി ഇസ് ഈക്വൽ ടു 180. ആംഗിൾ എങ്ങനെയാണ് എഴുതുക? ഇപ്പം നിങ്ങൾ ടി ആണ് ആംഗിൾ ആയിട്ട് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടി ക്യു എന്ന് വേണം എഴുതാനായിട്ട്. അതായത് സെൻട്രൽ ആംഗിൾ എന്താവണം? ടി ആവണം. ഇത് തന്നെ ക്യു ടി പി ആക്കിയാലും കുഴപ്പമില്ല, ബട്ട് സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? ടി ആയിരിക്കണം. ടി കഴിഞ്ഞു. ഇനി സെൻട്രൽ ആംഗിൾ എന്താക്കണം? പി ആക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ആക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്. അടുത്തത് പി ആണ് എഴുതുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ക്യൂ പി ടി അല്ലെങ്കിൽ ടി പി ക്യു. അതായത് സെൻട്രൽ ആംഗിൾ നിങ്ങൾ ഏതാണോ ആംഗിൾ ആയിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് സെന്ററിൽ വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാൻ അറിയാത്തവർ ഇപ്പോഴെങ്കിലും അത് പഠിച്ചു വെക്കാം. ചിലവർ ആംഗിൾ എഴുതുമ്പോൾ ഇപ്പോഴും തെറ്റി പോകുന്നുണ്ട്. അപ്പൊ ആംഗിൾ എഴുതുമ്പോൾ തെറ്റരുത്. നിങ്ങൾ ഏത് ആംഗിൾ ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നെയിം, ആ ഒരു ആൽഫബറ്റ് നിങ്ങൾ എന്തായിട്ട് എഴുതുക? സെന്ററിലാക്കി പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ആംഗിൾ ടി ക്യു പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് അറിയാം. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ പി ടി ക്യു നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ആംഗിൾ പി ടി ക്യു പ്ലസ് ആംഗിൾ ടി പി ക്യു പ്ലസ് ആംഗിൾ ടി ക്യു പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വരുന്നുണ്ട്. ഓർ ആംഗിൾ പി ടി ക്യു പ്ലസ് ടി പി ക്യൂം ടി ക്യു പിയും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? പിയിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്? പി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ടി ക്യു പിനെ ഇനി എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ടി പി ക്യു ആയിട്ട് റീപ്ലേസ് ചെയ്യാം. റീസൺ വേണമെങ്കിൽ എഴുതാം. ആംഗിൾ ടി ക്യു പി ഇസ് ഈക്വൽ ടു എന്നാണ്? ആംഗിൾ ടി പി ക്യു ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ക്യൂനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്? പി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓർ 2 ആംഗിൾ ടി പി ക്യു ഇസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ പി ടി ക്യു. ആംഗിൾ പി ടി ക്യു എന്താണ്? തീറ്റ ആണ് അല്ലെ? അപ്പോൾ 180 മൈനസ് എന്ത് എഴുതാം? തീറ്റ എന്ന് എഴുതാം. ഓർ ആംഗിൾ ടി പി ക്യു ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 180 മൈനസ് തീറ്റ. ഇത് ആംഗിൾ സം പ്രോപ്പർട്ടി ആണെന്നുള്ള റീസൺ എഴുതണം കേട്ടോ. ഇത് ആംഗിൾ സം പ്രോപ്പർട്ടി ആണ്. So we got that angle TPQ equal to 1/2 into 180 minus theta. Okay. Or angle TPQ is equal to 180/2 എന്താണ്? 90 ആണ്. 90 മൈനസ് എന്ത് കിട്ടി? θ/2 എന്ന് കിട്ടി. ആംഗിൾ ടി പി ക്യു എന്താണെന്ന് കിട്ടി? 90 മൈനസ് θ/2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആംഗിൾ ടി പി ക്യു നമുക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ പി ടി ക്യൂവും ഒ പി ക്യൂവും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. സോ വി ആർ ഗോയിങ് ടു റെപ്രസെന്റ് ഒ പി ക്യു. ഒ പി ക്യൂവിനെ നമുക്ക് ഇനി എങ്ങനെയായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? ഒ പി ക്യൂവിനെ നമുക്ക് ഒ പി ടി ഇതിൽ നിന്ന് ക്യൂ പി ടി കുറച്ചാൽ മതി അല്ലേ? അതായത് ഈ ഒരു പോർഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം? കളയണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ചെറിയ പോർഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് ആംഗിൾ ഒ പി ടി മൈനസ് ആംഗിൾ ക്യൂ പി ടി. അപ്പൊ നമുക്ക് ഒ പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടുന്നുണ്ടോ? അവിടെ ദാറ്റ് ഈസ് ആംഗിൾ ഒ പി ക്യൂ ഇസ് ഈക്വൽ ടു ഒ പി ടി എത്രയാണ് വരുന്നുണ്ടാവുക? ആംഗിൾ ഒ പി ടി ഇസ് 90 ഡിഗ്രി അല്ലെ? 90 ആയിരിക്കും വരുന്നുണ്ടാവുക. ബിക്കോസ് എന്താണ്? എക്സ്റ്റേണൽ ഒരു ടാൻജന്റ് റേഡിയസിലായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടായിരിക്കുക അല്ലെ? സോ ആംഗിൾ ഒ പി ടി എന്തായിരിക്കും? 90 ഡിഗ്രി ആണ്. ഇത് കണ്ടോ? 90 ഡിഗ്രി ആണ് വരുന്നത്. സോ ആംഗിൾ ഒ പി ടി എന്ന് പറഞ്ഞാൽ 90 ആണ്. മൈനസ് ക്യൂ പി ടി എന്താണ്? അല്ലെങ്കിൽ ക്യൂ പി ടി തന്നെയാണ് ടി പി ക്യൂ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 90 മൈനസ് θ/2. ഒരു ആംഗിൾ ഒ പി ക്യൂ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. ബിക്കോസ് രണ്ടിലും ഈ ഒരു നെഗറ്റീവിന്റെ എഫക്റ്റ് വേണം. സോ 90 മൈനസ് 90 പ്ലസ് θ/2. 90 മൈനസ് 90 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. സോ 90 ക്യാൻസൽ ആയി പോയി. ഓർ ഇറ്റ് ഈസ് θ/2. that is angle OPQ or 2 angle OPQ is equal to theta എന്ന് എഴുതാം. തീറ്റ നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? പി ടി ക്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആംഗിൾ പി ടി ക്യൂ. ഇതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ പി ടി ക്യൂ ഈക്വൽ ടു 2 ആംഗിൾ ഒ പി ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം.
നമ്മൾ ആദ്യം എന്താ ചെയ്തത്, പി ടി ക്യു തീറ്റ ആയിട്ട് എടുത്തു, ടി പി ടി ക്യു ഈക്വൽ ടാൻജൻസ് ആണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഈക്വൽ ആണെന്ന് എഴുതി. ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, അറിയാവുന്ന കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു, സോൾവ് ചെയ്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ ആണ്, കുറേ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തന്നെ ചെയ്തു പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചിട്ട് പോവാം. അതേമാതിരി തന്നെ ഇനി ഒരു എക്സാമ്പിളും കൂടെ കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, അതായത് ഇവിടെ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ക്ലാസ്സിൽ എടുത്തു തരാം. അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ 3യും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക, നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സസൈസ് 2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സസൈസ് 2ലെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQൽ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഫിഗർ നമ്മൾ തന്നെ വരച്ച് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തെടുക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, MCQ ലെവലിൽ ചോദിക്കാറുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം. ഫ്രം എ പോയിന്റ് Q, the length of the tangent to a circle is 24 centimeter. അതായത് Q എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് എന്താണ്, ഒരു ടാൻജന്റ് വരച്ചിരിക്കുന്നു. ആ ടാൻജന്റിന്റെ ലെങ്ത് 24 സെന്റിമീറ്റർ. അത് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഈ Q ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. Q ഒരു എക്സ്റ്റേണൽ പോയിന്റും അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് വരയ്ക്കുക അല്ലെങ്കിൽ താഴേക്ക് വരയ്ക്കുക. നമ്മൾ ഈ സൈഡ് എടുത്ത് വരച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഇത് എങ്ങനെയാണോ അങ്ങനെയായിട്ട് വരച്ചാൽ മതി. ടാൻജന്റിന്റെ ലെങ്ത് ആണ് 24 സെന്റിമീറ്റർ. അത് കറക്റ്റ് ആക്കി മാർക്ക് ചെയ്താൽ മതി. And distance of Q from the center is 25 centimeter. അതായത് Qയിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്, 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്ററിൽ നിന്ന് Qയിലേക്ക് എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ ലൈൻ വരയ്ക്കണം. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. വി നോ ദാറ്റ് ദ tangent will be perpendicular to the radius at the point of contact. That means angle P is 90 degree. അല്ലെ, ആംഗിൾ P എന്നാണ് 90 ഡിഗ്രി ആണ്. അപ്പൊ ആ ഒരു തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ we cannot do this problem. നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ആംഗിൾ OPQ എന്നാണ് 90 ഡിഗ്രി ആണ്, ബിക്കോസ് tangent is perpendicular to radius at point of contact. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എന്താണ്, ടാൻജന്റും റേഡിയസും എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് പൈത്തഗോറസ് തിയറം അല്ലേ. അപ്പോൾ ഇതൊരു 90 ഡിഗ്രി ആണ് എന്നറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം എന്നറിയാൻ പറ്റില്ല. സോ വി ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് തിയറംസ് വളരെയധികം ക്ലിയർ ആയിട്ടിരിക്കണം. So if we are applying OQ square is equal to OP square plus PQ square, because hypotenuse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്. സോ ദാറ്റ് OQ square is equal to OP square plus PQ square, or 25 square minus 24 square is equal to OP square. OP ആണ് ഇവിടുത്തെ എന്ത്, റേഡിയസ് ആയിട്ട് വരുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് OP. 25 സ്ക്വയർ എത്രയാണ്, 625 ആണ്. 24ന്റെ സ്ക്വയർ 576 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു OP സ്ക്വയർ. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 15 ആവും. 15 മൈനസ് 6 9 ആണ്. 62 61 ആവും. 57 കുറച്ച് കഴിഞ്ഞാൽ 44. സോ 49 ഇസ് ദ ആൻസർ. ഇത് OP സ്ക്വയർ ആണ്. വി ഷുഡ് ഫൈൻഡ് OP അല്ലെ. OP ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 49 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. സോ 7 സെന്റിമീറ്റർ ഇസ് ദ ആൻസർ. ഇപ്പൊ 7 സെന്റിമീറ്റർ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കുക. ആ ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ MCQൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നന്നായി പഠിക്കാം. അതായത് ഈ സർക്കിൾസ് ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് പോവാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് ഫിഗർ വരയ്ക്കാൻ നോക്കാം. ഇഫ് ടാൻജൻസ് പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെന്റർ ഒ. അപ്പൊ എന്താണ്, പി ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി. പി എയും പി ബിയും എന്താണ്, രണ്ട് ടാൻജൻസ് ആണ്. സർക്കിളിന്റെ സെന്റർ ഒയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദേ ആർ ഇൻക്ലൈൻ ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി. അതായത് ഈ രണ്ട് ടാൻജൻസിന്റെയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്, 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഒ എ. പി ഒ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പി ഒ ബി ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പി ഒ എ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പി ഒ എ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിളുടെ, അതായത് ഈ ഒരു ട്രയാങ്കിളുടെയും എന്ത് ചെയ്യാം, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാം. ബിക്കോസ് പി ഒ എ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്യുവർലി ലൈങ് ഓൺ വൺ ട്രയാങ്കിൾ അല്ലെ, ഒരു ട്രയാങ്കിളിൽ കിടക്കുന്ന ഒരു ആംഗിൾ ആണ് പി ഒ എ. അതിൽ ആംഗിൾ എ ഇപ്പൊ 90 ഡിഗ്രി ആണെന്നറിയാം, പക്ഷെ നമുക്ക് എ പി ഒ എത്രയാണെന്ന് അറിയില്ല അല്ലെ. എ പി ഒ അല്ല നമുക്കറിയുന്നത്, എ പി ബി ആണ് അറിയുന്നത്. അപ്പൊ ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും എടുത്തിട്ട് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കൺസിഡർ ട്രയാങ്കിൾ ഒ പി എ ആൻഡ് ട്രയാങ്കിൾ ഒ പി ബി. ഇതിൽ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും? ഒ പി ഇസ് ഈക്വൽ ടു ഒ പി ബിക്കോസ് ഇറ്റ് ഇസ് കോമൺ ഫോർ ബോത്ത് ദ ട്രയാങ്കിൾ. നെക്സ്റ്റ് എ പി ഇസ് ഈക്വൽ ടു ബി പി എന്ന് എഴുതാം ബിക്കോസ് ദേ ആർ ടു ടാൻജൻസ് അല്ലെ, ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം എ കോമൺ എക്സ്റ്റേണൽ പോയിന്റ്. സോ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം ആണിത്. നിങ്ങൾ തിയറം സ്പെസിഫൈ ചെയ്യണം. ഞാൻ ജസ്റ്റ് തിയറത്തിന്റെ പേര് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എഴുതിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി എന്ന് എഴുതാം ബിക്കോസ് ഇറ്റ് ഈസ് ദ റേഡിയസ് അല്ലെ, ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. മൂന്ന് സൈഡുമാണ് നമുക്ക് ഇപ്പൊ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. therefore these two triangles are congruent by, മൂന്ന് സൈഡും കൂടെ വരികയാണെങ്കിൽ ഇത് കോൺഗ്രുവൻസി ആണ്. ഇറ്റ് ഈസ് ട്രിപ്ലസ് ക്രൈറ്റീരിയ അല്ലെ, SSS ക്രൈറ്റീരിയ ആണ്. therefore we can write that angle OPA is equal to angle OPB എന്ന് എഴുതാനായിട്ട് പറ്റും. the CPCT condition അല്ലെ, ഇതിന്റെ CPCT കണ്ടീഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OPB എന്ന് എഴുതാനായിട്ട് പറ്റും. ബട്ട് ആംഗിൾ APB നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ആംഗിൾ OPAയും ആംഗിൾ OPBയും ചേർന്ന് കഴിഞ്ഞാലാണ് ആംഗിൾ എന്ത് വരുന്നത്? APB വരുന്നത് അല്ലെ. OPAയും OPBയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഹോൾ ആംഗിൾ 80 ഡിഗ്രി. ദാറ്റ് ഇസ് ടു ആംഗിൾ OPA. ഇതിപ്പോ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിലാണ് ആവശ്യം അല്ലെ. POA എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രയാങ്കിൾ ആയത് കാരണം ഈ ഒരു ട്രയാങ്കിളിലെ ആംഗിൾ ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ആംഗിൾ OPA ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ OPAയും OPBയും ഈക്വൽ ആയതുകൊണ്ട് we can replace OPB by OPA. that is 2 angle OPA equal to 80 or OPA is equal to 80 by 2, it is equal to 40 degree. അപ്പോൾ OPA എന്താണ് കിട്ടി? 40 ഡിഗ്രി. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ MCQയുടെ ഒക്കെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡേറ്റയുടെ കൃത്യം ഹാഫ് 40 എടുക്കുക. ഇത് 90 ആണ്. 90 പ്ലസ് 40 130 ആണ്. 180 മൈനസ് 130 എത്രയാണ്? 50 ഡിഗ്രി. അത്രയും അതിന്റെ ആൻസർ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യാനൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പോവും. അപ്പൊ മാക്സിമം MCQ ക്വസ്റ്റ്യൻസിലൊക്കെ സ്റ്റെപ്പ് കുറച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം. സ്റ്റെപ്സും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിക്കോസ് നമുക്ക് MCQന് ജസ്റ്റ് ഓപ്ഷൻസിനാണ് മാർക്ക്. എന്നിരുന്നാൽ പോലും ചില സ്കൂളിലത്തെ ടീച്ചേഴ്സ് MCQന് സ്റ്റെപ്സ് വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ ചെയ്യുക. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരിക്കലും 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ടുള്ള ലെങ്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് MCQയിൽ എഴുതി വെക്കരുത്. ബിക്കോസ് 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യനിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം സമയം വളരെയധികം പോകുന്നുണ്ട് അല്ലേ. അപ്പൊ 20 ക്വസ്റ്റ്യനിൽ 5 മിനിറ്റ് വെച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സമയമാണ് പോകുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് നിങ്ങൾ MCQന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പാർട്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്, ബാക്കി പാർട്ട് ബിയും പാർട്ട് സി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ അത്രയും അധികം സമയം ചുരുക്കേണ്ടി വരും. അപ്പം മാക്സിമം നിങ്ങൾ MCQ എത്രയും സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നോ, ഏതെങ്കിലുമൊക്കെ ടെക്നിക്ക് വെച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്നോ അത്രയും സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. So we got angle OPA is equal to 40 degree. Also angle OAP is equal to 90 degree because tangent is perpendicular to radius. Tangent എന്താണ്? Perpendicular to radius ആണ് ട്ടോ. റേഡിയസിനോട് ടാൻജന്റ് ആണ് at point of contact. Point of contact ൽ ടാൻജന്റും റേഡിയസ് എന്താണ്? Perpendicular ആണ്. So in triangle OAP we can write it as OPA plus angle AOP plus angle OAP is equal to 180 degree. Angle sum property apply ചെയ്യുന്നു. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു, 3 ആംഗിൾസിന്റെ സം എത്രയാണെന്ന് എഴുതുന്നു? 180 ഡിഗ്രി ആണെന്ന് എഴുതുന്നു. OPA നമുക്ക് ഇപ്പോൾ 40 ആണ് കിട്ടിയിട്ടുണ്ട്. AOP ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ AOP നമ്മൾ അങ്ങനെ തന്നെ വെക്കുന്നു. OAP എത്രയാണ്? 90 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 180. or angle AOP is equal to 90 plus 40 എത്രയാണ്? 90 plus 30 120 ആണ്. 120 plus 10 130. So 180 minus 130 it is equal to 50 degree. ഓക്കെ, അപ്പോൾ ഈ 50 ഡിഗ്രി ആണ് നമ്മളുടെ ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം വരുന്നത് കേട്ടോ. സോ ഇതൊന്നും ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്യരുത്, ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് കൺഫൈൻ ആയിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് MCQ സെക്ഷൻസ് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.